ജനിക്കുമ്പോൾ 1 ഇഞ്ച് പോലും വലിപ്പമില്ലാത്ത കങ്കാരുക്കുട്ടിയുടെ അതിസാഹസിക അതിജീവന കഥ അറിയണോ? വീഡിയോ അവസാനം വരെ കാണുക. ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗമായ കങ്കാരുക്കളെ കുറിച്ച് കേൾക്കുമ്പോൾ മനസ്സിൽ ആദ്യം വരുന്നത് വയറ്റിലെ സഞ്ചിയിൽ ഒരു കുഞ്ഞിക്കണ്ണും നീട്ടിയിരിക്കുന്ന കങ്കാരുക്കുട്ടിയുടെ ചിത്രമാണ്. എന്നാൽ ഈ സഞ്ചി വെറും ഒരു പോക്കറ്റല്ല, പ്രകൃതി ഒരുക്കിയിരിക്കുന്ന അത്ഭുതകരമായ ഒരു നഴ്സറിയാണ്. ഇതിനു പിന്നിലെ ശാസ്ത്രം ഏതൊരു ഹോളിവുഡ് സിനിമയെക്കാളും ആകാംക്ഷ നിറഞ്ഞതാണ്. സസ്തനികളായ ജീവികളിൽ മാർസുപ്പിയൽസ് അഥവാ സഞ്ചി മൃഗങ്ങൾ വിഭാഗത്തിലാണ് കങ്കാരുക്കൾ ഉൾപ്പെടുന്നത്. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ മറ്റു മൃഗങ്ങളെ പോലെ പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞുങ്ങൾക്കല്ല അവ ജന്മം നൽകുന്നത്. കങ്കാരുക്കളുടെ ഗർഭകാലം വെറും 30 മുതൽ 40 ദിവസങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ പ്രസവ സമയത്ത് ഈ കുഞ്ഞിന് കണ്ണു കാണില്ല, രോമങ്ങൾ ഉണ്ടാവുകയില്ല, ചെവികൾ പോലും ഉണ്ടാവുകയില്ല. വെറും ഒരു പിങ്കു നിറത്തിലുള്ള മാംസകഷ്ണം പോലെ 1 ഗ്രാം മാത്രം തൂക്കമുള്ള ഈ കുഞ്ഞാണ് ജനിച്ചയുടനെ അമ്മയുടെ വയറ്റിലെ സഞ്ചിയിലേക്ക് തന്റെ ജീവിതത്തിലെ ഏറ്റവും അപകടം പിടിച്ച യാത്ര ആരംഭിക്കുന്നത്. അമ്മ കങ്കാരു തന്റെ വയറ്റിലെ രോമങ്ങൾക്കിടയിലൂടെ സഞ്ചിയിലേക്ക് ഒരു വഴി നാക്കുകൊണ്ട് നക്കി തുടച്ച് വൃത്തിയാക്കി കൊടുക്കും. അങ്ങനെ നനഞ്ഞ വഴിയിലൂടെ കാഴ്ചയില്ലാത്ത ഈ കങ്കാരു കുഞ്ഞ് തന്റെ മുൻകാലുകളിലെ ചെറിയ നഖങ്ങൾ ഉപയോഗിച്ച് തനിയെ ഇഴഞ്ഞ് അമ്മയുടെ സഞ്ചിയിലേക്ക് കയറണം. ഈ യാത്രയിൽ താഴെ വീണാൽ കുഞ്ഞ് ചത്തുപോകും. പക്ഷേ പ്രകൃതിയുടെ അത്ഭുതം നോക്കൂ, പിച്ച വെച്ച് നടക്കാത്ത ആ കുഞ്ഞ് 3 മിനിറ്റ് കൊണ്ട് തനിയെ ഇഴഞ്ഞ് സഞ്ചിയിൽ സുരക്ഷിതമായി എത്തിയിരിക്കും. ഒരിക്കൽ സഞ്ചിയിൽ എത്തിയാൽ പിന്നെ ആ കുഞ്ഞ് പുറത്തിറങ്ങില്ല. ഈ സഞ്ചിയുടെ ഉള്ളിൽ 4 മുലക്കണ്ണുകളുണ്ട്. അതിലൊന്നിൽ കുഞ്ഞ് കടിച്ചു കിടക്കും. കടിച്ച ഉടനെ തന്നെ ഈ മുലക്കണ്ണ് കുഞ്ഞിന്റെ വായ്ക്കുള്ളിൽ വീർത്തു വരികയും കുഞ്ഞ് അതിൽ ലോക്കാവുകയും ചെയ്യും. പിന്നീട് മാസങ്ങളോളം കുഞ്ഞ് അതിൽ നിന്നും വേർപിടില്ല. മറ്റൊരു ശാസ്ത്രീയ സത്യം എന്തെന്നാൽ കുഞ്ഞിന്റെ പ്രായത്തിനനുസരിച്ച് പാലിന്റെ ഗുണനിലവാരം മാറ്റാൻ അമ്മ കങ്കാരുവിന്റെ ശരീരത്തിന് കഴിയും. കുഞ്ഞ് ചെറുതായിരിക്കുമ്പോൾ പ്രതിരോധശേഷി നൽകുന്ന പാലും വളരുമ്പോൾ കൊഴുപ്പ് കൂടിയ പാലും ഈ മുലക്കണ്ണുകളിലൂടെ അമ്മ ചുരത്തും. അതിലും വലിയ വിചിത്രമായ മറ്റൊരു കാര്യം കൂടി പറയാം. ഒരേ സമയം വ്യത്യസ്ത പ്രായത്തിലുള്ള 2 കുഞ്ഞുങ്ങൾക്ക് 2 തരം പാല് കൊടുക്കാൻ അമ്മ കങ്കാരുവിന് സാധിക്കും. അതായത് സഞ്ചിക്ക് പുറത്തുപോയി പുല്ല് തിന്നാൻ പ്രായമായ മൂത്ത കുഞ്ഞിന് ഉയർന്ന കൊഴുപ്പുള്ള പാലും സഞ്ചിക്ക് ഉള്ളിലിരിക്കുന്ന പുതിയ കുഞ്ഞിന് പ്രതിരോധ ശേഷിയുള്ള മറ്റൊരു പാലും ഒരേ സമയം 2 മുലക്കണ്ണുകളിലൂടെ ഈ അമ്മ നൽകും. ശാസ്ത്രലോകം ഇതിനെ അസിൻക്രണസ് ലാക്ടേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു ചോദ്യമുണ്ട്. മാസങ്ങളോളം ഈ കുഞ്ഞ് സഞ്ചിക്കകത്തിരുന്ന് മലമൂത്ര വിസർജനം നടത്തുമ്പോൾ ഈ സഞ്ചി എങ്ങനെ വൃത്തിയായി ഇരിക്കും? ഇതിനും കങ്കാരുക്കൾക്ക് ഒരു വിദ്യയുണ്ട്. അമ്മ കങ്കാരു തന്റെ വായ സഞ്ചിക്കുള്ളിലേക്ക് കടത്തി നാക്കുകൊണ്ട് നക്കി തുടച്ചാണ് സഞ്ചി എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുന്നത്. കുഞ്ഞിന്റെ അവശിഷ്ടങ്ങൾ പോലും അമ്മ ഇങ്ങനെയാണ് വൃത്തിയാക്കുന്നത്. ഇനി കങ്കാരുക്കളുടെ മറ്റൊരു അതിവിചിത്രമായ സൂപ്പർ പവറിനെ കുറിച്ച് പറയാം. ഒരു കുഞ്ഞ് സഞ്ചിയിൽ വളരുമ്പോൾ തന്നെ അമ്മ കങ്കാരു വീണ്ടും ഗർഭിണിയായാൽ സഞ്ചിയിലുള്ള ആദ്യത്തെ കുഞ്ഞ് പുറത്തിറങ്ങുന്നത് വരെ രണ്ടാമത്തെ ഭ്രൂണത്തിന്റെ വളർച്ച താൽക്കാലികമായി നിർത്തിവെക്കാൻ അമ്മയുടെ ശരീരത്തിന് കഴിയും. ശാസ്ത്രത്തിൽ ഇതിനെ എംബ്രിയോണിക് ഡയപ്പോസ് എന്ന് വിളിക്കുന്നു. കാലാവസ്ഥ മോശമാകുമ്പോഴും കുഞ്ഞുങ്ങളുടെ സുരക്ഷയ്ക്കായി കങ്കാരുക്കൾ ഈ വിദ്യ ഉപയോഗിക്കാറുണ്ട്. ഏകദേശം 6 മാസത്തോളം ഈ സഞ്ചിയിൽ കഴിഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തിയ ശേഷമാണ് കുഞ്ഞ് ആദ്യമായി തല പുറത്തേക്കിടുന്നത്. പിന്നീട് പതുക്കെ പുറത്തിറങ്ങി പുല്ല് തിന്നാൻ പഠിക്കുമെങ്കിലും എന്തെങ്കിലും പേടിയോ അപകടമോ ഒക്കെ തോന്നിയാൽ തല കുത്തനെ ഈ സഞ്ചിയിലേക്ക് തന്നെ ഓടി വന്ന് കയറും. കങ്കാരുക്കൾക്ക് വലിപ്പമുള്ള പിൻകാലുകൾ ഉള്ളതുകൊണ്ട് അവയ്ക്ക് മുന്നോട്ട് മാത്രമേ ചാടാൻ കഴിയൂ. പുറകോട്ട് നടക്കാൻ കഴിയില്ല എന്നതും മറ്റൊരു സത്യമാണ്. പ്രകൃതിയുടെ ഏറ്റവും സങ്കീർണവും മനോഹരവുമായ ഒരു അതിജീവന തന്ത്രമാണ് കങ്കാരുക്കളുടെ ഈ സഞ്ചിവിദ്യ. വന്യമൃഗങ്ങൾ നിറഞ്ഞ കാട്ടിൽ പൂർണ്ണ വളർച്ചയെത്താത്ത സ്വന്തം കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് സംരക്ഷിക്കാൻ ഇതിലും മികച്ചൊരു വഴി വേറെ ഉണ്ടാവില്ല. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ശാസ്ത്രീയ സത്യവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്